ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. പോസ്റ്റ് ഓഫീസ് വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഇനി പാൻ കാർഡ് നിർബന്ധം. എല്ലാ പ്രധാന ഇടപാടുകൾക്കും പാൻ നമ്പർ രേഖപ്പെടുത്തണമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു. 2026 ഇൻകം ടാക്സ് ചട്ടങ്ങൾ പ്രകാരം പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപം, പിൻവലിക്കൽ, പുതിയ അക്കൗണ്ട് തുടങ്ങൽ തുടങ്ങിയ എല്ലാ പ്രധാന ഇടപാടുകൾക്കും പാൻ നമ്പർ രേഖപ്പെടുത്തണമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു. പാൻ കാർഡ് ഇല്ലാത്തവർ നിക്ഷേപങ്ങൾക്കായി ഇനി മുതൽ ഫോം 97 പൂരിപ്പിച്ചു നൽകണം. മുമ്പ് ഇതിനായി ഉപയോഗിച്ചിരുന്ന ഫോം 16 പകരമായാണ് ഫോം 97 കൊണ്ടുവന്നിരിക്കുന്നത്. അപേക്ഷകന്റെ പേര്, വിലാസം, ഇടപാടിന്റെ തുക എന്നിവ ഫോമിൽ വ്യക്തമാക്കണം. കൂടാതെ തിരിച്ചറിയൽ രേഖകളും ഇതിനൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. സമ്പാദ്യ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും സ്ഥിര നിക്ഷേപങ്ങൾ ആരംഭിക്കുമ്പോഴും പാൻ നമ്പർ നൽകുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ സേവിങ്സ് അക്കൗണ്ടിലോ മറ്റു പദ്ധതികളിലോ പണം നിക്ഷേപിക്കുമ്പോൾ, അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ, സ്ഥിര നിക്ഷേപങ്ങൾ പുതുക്കുമ്പോൾ പാൻ നമ്പർ നൽകുകയോ അല്ലെങ്കിൽ ഫോം 97 സമർപ്പിക്കുകയോ വേണം. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇൻകം ടാക്സ് ചട്ടങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. ഇതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വികസനത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ നിർമ്മാണ നടപടികൾ വേഗത്തിലാകുന്നു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ നിർണായക റെയിൽപാതയുടെ ടെൻഡർ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കാനാണ് തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ ഈ പദ്ധതി ചരക്കുനീക്കം സുഗമമാക്കുന്നതിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു ഗതാഗത സംവിധാനം എന്നതിലുപരി വിഴിഞ്ഞത്തെ ലോകോത്തര ചരക്കുനീക്ക കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇടനാഴിയായാണ് ഈ പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള പ്രാഥമിക ഘട്ടങ്ങൾ പുരോഗമിക്കുകയാണ്. ബാലരാമപുരത്ത് നിർമ്മിക്കുന്ന പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ വഴിയാകും വിഴിഞ്ഞത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുക. റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ചരക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും എത്തിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി AICC. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചർച്ച. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. സീനിയോറിറ്റി മാനദണ്ഡം വെച്ച് രമേശ് ചെന്നിത്തലയാണ് സാധ്യതാ പട്ടികയിൽ ഉള്ള ഒരാൾ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ച നേതാവെന്ന നിലയിൽ VD സതീശനും പരിഗണനയിലുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിർണയത്തിൽ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയ നിരീക്ഷകർ കേരളത്തിലെത്തി നിയുക്ത MLA-മാരുടെ വികാരം നേരിട്ടറിയുകയും സമവായ ചർച്ചകൾ നടത്തുകയും ചെയ്യും. MP-മാർ, കേരളത്തിൽ നിന്നുള്ള CWC അംഗങ്ങൾ, മുൻ KPCC അധ്യക്ഷന്മാർ, മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ എന്നിവരുമായി വിശദമായ ചർച്ചകൾ നടത്തും. ഇതിനു പുറമെ MLA-മാരെ വ്യക്തിപരമായി കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഈ ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ചുമതല AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിട്ടുനൽകും. അതേസമയം സംസ്ഥാന മന്ത്രിസഭാ രൂപവൽക്കരണം സംബന്ധിച്ച ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം ഉടൻ ചർച്ച ആരംഭിക്കും. സുപ്രധാനമായ ചില വകുപ്പുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ചും ഘടകകക്ഷികളുമായി ചർച്ച നടത്തും. ആഭ്യന്തരം, ധനകാര്യം, റവന്യൂ, വനം, ദേവസ്വം, ഊർജ്ജം, ടൂറിസം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് വിട്ടുനൽകില്ലെന്നാണ് വിവരം. വ്യവസായം, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് എന്നിവയാണ് മുസ്ലിം ലീഗ് ഉറപ്പിച്ച വകുപ്പുകൾ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കും. കേരള കോൺഗ്രസ്, RMP, CMP എന്നീ പാർട്ടികളും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് LDF പരാജയത്തിന് മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI മുഖപത്രം. ഭരണത്തിലെ വീഴ്ചകളും പാളിച്ചകളും മുന്നണി പരിശോധിക്കണമെന്നും ജനയുഗം പത്രം. ഇത്തവണത്തെ UDFന്റെ ജയത്തിന് പ്രാഥമിക കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഭരണത്തിലെ വീഴ്ചകളും പാളിച്ചകളും മുന്നണി പരിശോധിക്കണമെന്നും ഭരണത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ജനയുഗം എഡിറ്റോറിയലിൽ പറയുന്നു. എന്തുകൊണ്ടാണ് പ്രമുഖ CPIM നേതാക്കൾ പാർട്ടി വിട്ട് UDFനൊപ്പം ചേർന്നത്? ഇവർ CPIMനെ വെല്ലുവിളിച്ച് ജയിച്ചത് ഇരുത്തി ചിന്തിപ്പിക്കാൻ മതിയായ രാഷ്ട്രീയ പ്രതിഭാസമാണ്. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിനും അടിത്തറയ്ക്കും ഇളക്കം തട്ടിയെന്നും വോട്ട് ചോർന്നുവെന്നും CPI മുഖപത്രം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. 10 വർഷത്തെ LDF ഭരണം സംസ്ഥാനത്ത് വികസന രംഗത്തും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടെന്നത് വസ്തുതയാണ്.
എങ്കിലും തോൽവിയുടെ കാര്യകാരണങ്ങൾ വിലയിരുത്തി പരിഹാരമാർഗങ്ങൾ ആരായുകയും തിരുത്തലുകൾക്ക് തയ്യാറാവുകയും ചെയ്യുക എന്നത് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇടതുപക്ഷം പ്രസക്തമായ രാഷ്ട്രീയ ശക്തിയായി തുടരാൻ അനിവാര്യമാണ് എന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.